നമസ്കാരം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതോടെ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ മുഹമ്മദ് ഷെരീഫിന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത്. കൈക്കും കഴുത്തിലും വെട്ടേറ്റ പാടുകളുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മഞ്ചേശ്വരത്ത് ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. മുഹമ്മദ് ഷെരീഫിന്റെ കഴുത്തിനും തലയ്ക്കും കൈക്കും ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ പാടുകളുണ്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. മരണകാരണം ഇത്തരത്തിൽ കഴുത്തിനേറ്റ മുറിവാണ്. മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്നിട്ടും ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടില്ലാത്തതിനാൽ തന്നെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കിണറ്റിൽ തള്ളിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. മഞ്ചേശ്വരം CI അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം. വ്യാഴാഴ്ച രാത്രി സംശയകരമായ സാഹചര്യത്തിൽ ഓട്ടോ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. കിണറിന് സമീപത്ത് രക്തക്കറയുമുണ്ടായിരുന്നു. മംഗളൂരു മുൾക്കി സ്വദേശിയാണ് മരിച്ച മുഹമ്മദ് ഷെരീഫ്. ബുധനാഴ്ച രാത്രി 10 മണിയോടെ 3 പേർ ഷെരീഫിന്റെ ഓട്ടോ വാടകയ്ക്ക് വിളിച്ചു പോയിരുന്നതായി പറയുന്നു. അന്ന് രാത്രി മുതലാണ് ഇയാളെ കാണാതായത്. ഇതേക്കുറിച്ചടക്കം പോലീസ് അന്വേഷിക്കുകയാണ്.